ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതി കെ.ഡി. പ്രതാപന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി. കലൂർ PMLA കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് ED പ്രതാപനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 4 മുതൽ റിമാൻഡിൽ തുടരുകയാണ് പ്രതാപൻ. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചതിനാൽ വിചാരണ കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് കേസ് തീർപ്പാക്കുകയായിരുന്നു. 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. പ്രതാപൻ, ഭാര്യ ശ്രീന തുടങ്ങി കമ്പനിയുടെ ലീഡർമാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുകയാണ്. കോടതിയിൽ അന്വേഷണ സംഘത്തിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL ചന്ദ്രേശനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷും ഹാജരായി. 2024 ഓഗസ്റ്റിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. 11,500 പേജുള്ള കുറ്റപത്രത്തിൽ ഹൈറിച്ച് ഉടമ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും അടക്കം 37 പ്രതികളാണുള്ളത്. കമ്പനിയുടെ 15 പ്രൊമോട്ടർമാരും പ്രതികളായിരുന്നു. 277 കോടി രൂപയുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ജനം, കൊച്ചി.